ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവന്റ് പ്രൊപ്പഗേഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇന്റർവ്യൂവിനും മറ്റും കൂടുതലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവന്റ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇവന്റ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഇവന്റ് എങ്ങനെയാണ് ഫയർ ചെയ്യുക, അപ്പോൾ ഫയർ ചെയ്യുന്ന ടൈമിൽ അതെങ്ങനെയാണ് ഡോമിലൂടെ ട്രാവേഴ്സ് ചെയ്യുക, അതിനൊരു മൂന്നാല് ഫേസസ് ഉണ്ട്. ആ ഫേസിലൂടെയൊക്കെ ഇത് കടന്നു പോകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു കാര്യം ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്താണ് ഇവന്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് പ്രൊപ്പഗേഷൻ എന്ന കൺസെപ്റ്റ് പ്രോപ്പർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം വീഡിയോ എൻഡ് വരെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇവന്റ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ എനിക്ക് 3 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ഗ്രാൻഡ് പാരന്റ്, ഒന്ന് പാരന്റ്, ഒന്ന് ചൈൽഡ്. ഇതിന്റെ ഡോമിലെ പൊസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗ്രാൻഡ് പാരന്റ് ബ്ലാക്ക് ബോർഡർ, പിന്നെ പാരന്റ് റെഡ് ബോർഡർ, അതിൻ്റെ ഉള്ളിൽ ചൈൽഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഞാനിവിടെ ചൈൽഡ് എലമെന്റിന് മാത്രമാണ് ഇപ്പം എന്ത് കൊടുത്തിട്ടുള്ളത്, ഒരു ഇവന്റ് ലിസണർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺസോളിൽ കാണാൻ പറ്റും ക്ലിക്ക് ഓൺ ചൈൽഡ്. ഇനി എന്താണ് ഇവന്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഒരുപാട് യൂസർ ഇൻട്രാക്ഷൻസ് ഉണ്ടാകും. ആ യൂസർ ഇൻട്രാക്ഷൻ വരുമ്പം നിങ്ങളുടെ കോഡ് എന്ത് ചെയ്യണം, അതാണ് ശരിക്കും ഒരു ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിക്ക് ഇവന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം എനിക്കിവിടെ റിസൾട്ട് കാണിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ റിസൾട്ട് കണ്ടു. അപ്പം ഒരു ആക്ഷൻ അവിടെ നടന്നപ്പോൾ ഒരു എഫക്റ്റ് ഇവിടെ നടന്നു. ഈ ഒരു എഫക്റ്റ് ഇവിടെ സംഭവിച്ചു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്ലിക്ക് ഇവന്റ് മാത്രമല്ല, ഒരുപാട് ഇവന്റ്സ് ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്സ് എന്താണെന്നോ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓൺ ചേഞ്ച്, അതേപോലെ ഇത് സ്ക്രോൾ ഇവന്റ്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ആ ഇവന്റ്സ് ഒക്കെ പല യൂസ് കേസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് ഇവന്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവന്റ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവന്റ് പ്രൊപ്പഗേഷനിലേക്ക് പോവാം. അതിന് ഇതിന്റെ ഒരു കോഡ് നമുക്ക് നോക്കാം. ഞാൻ VS കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്താ പറയുക, ആ 3 എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടിപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റൈൽസ്, ഇതിലൊന്നും നമ്മളിപ്പം നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ സാധനം ഈ സ്ക്രിപ്റ്റാണ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഏതൊരു ഇവന്റ് ഫയർ ചെയ്യുന്ന ടൈമിൽ ജാവാസ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഫസ്റ്റ് ഡോക്യുമെന്റിൽ പോകും. അത് ഡോക്യുമെന്റിൽ പോകുക എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഇവന്റ് നിങ്ങൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു എലമെന്റ് ആയിരിക്കും. അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ ഈ ചൈൽഡ്, ഇതിന്റെ ഈ ഒരു എന്താ പറയുക എലമെന്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതിന്റെ ഒരു ഹയറാർക്കി നിങ്ങൾ കണ്ടില്ലേ. ഈ ഹയറാർക്കി ഗ്രാൻഡ് പാരന്റ് ചൈൽഡ് എന്നാണ് ഉള്ളത്. ചൈൽഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കും ചൈൽഡ് മാത്രമാണ് ട്രിഗർ ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു ഓർഡറാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഏതൊരു ഇവന്റ് ട്രിഗർ ചെയ്യുമ്പോഴും ജാവാസ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഓർഡർ ഉണ്ട് അതിന്. ഓക്കെ, ഒന്നാമത്തത് ഡോക്യുമെന്റ്, അതായിരിക്കും റൂട്ട്. ഓക്കെ, രണ്ടാമത്തത് അത് HTML എലമെന്റിലേക്ക് പോകും, HTML. പിന്നെ മൂന്നാമത്തത് ബോഡിയിലേക്ക് പോകും. ഓക്കെ, അതിന് ശേഷമാണ് ഈ ഒരു ഇതിലേക്ക് വരിക. അതായത് ഗ്രാൻഡ് പാരന്റ് ഞാൻ GP എന്ന് കൊടുത്തിട്ടുണ്ട്, പാരന്റ്, പിന്നെ ചൈൽഡ്. ഈ ഒരു ഓർഡറിലാണ് എന്ത്, നിങ്ങൾ ചൈൽഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇതിലെ മെയിൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ഡോക്യുമെന്റും HTML ബോഡിയിലും
ഫയർ ചെയ്യും. അതിലൂടെയാണ് ഇങ്ങനെ വരിക. എന്നിട്ട് ഇത് തിരിച്ചു പോകും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഇവൻസും 3 ഫേസിലൂടെ കടന്നു പോകും. ഒന്നാമത്തെ ഫേസ് ക്യാപ്ചർ. ഓക്കെ, ഒന്നാമത്തെ ഫേസ് ക്യാപ്ചർ. രണ്ടാമത്തെ ഫേസ് ടാർഗറ്റ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏത് എലമെൻറ്റിൻ്റെ മുകളിലാണോ ആക്ച്വൽ ഇവൻ്റ് ട്രിഗർ ചെയ്തത് അതാണ് ടാർഗറ്റ് ഫേസ്. ഇപ്പോൾ നമ്മളുടെ കേസിൽ ചൈൽഡിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ചൈൽഡിലാണ് ആക്ച്വൽ എന്താ പറയുക ഇവൻ്റ് ട്രിഗർ ആയത്. അപ്പം ചൈൽഡാണ് നമ്മൾ ടാർഗറ്റ്. പിന്നെ ബബിളിങ്. നിങ്ങൾ ഇവൻ്റ് ബബിളിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവൻ്റ് ബബിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഇവൻ്റ് തിരിച്ച് മേലോട്ടേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പം ബബിളിംഗ് ഫേസ്. അപ്പം 3 ഫേസ് ഉണ്ട്: ക്യാപ്ചർ, ടാർഗറ്റ്, ബബിളിംഗ്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു ഇവൻ്റ് ഈ ഫേസിലൂടെ കടന്നു പോകുന്നതിനാണ് ഇവൻ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോഡ് എക്സാമ്പിൾ നോക്കാം. ഈ കോഡിൽ ഞാൻ കുറേ സാധനം കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ അൺകമൻറ്റ് ചെയ്യാം. ഞാൻ ക്യാപ്ചറിങ് ഫേസ് അൺകമൻറ്റ് ചെയ്യാണ്. ഈ കോഡ് ഞാൻ പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ക്യാപ്ചറിങ് ഫേസിൽ എന്താ നടക്കുന്നതെന്ന്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് പറഞ്ഞു ദർ ഇസ് ആൻ ഓർഡർ അല്ലേ. ഇവൻ്റ് ട്രിഗർ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് റൂട്ട്, അതായത് ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് HTML എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യും. പിന്നെ ബോഡി എലമെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യും. പിന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വരിക, ഗ്രാൻ പാരന്റ് പിന്നെ ചൈൽഡിലേക്ക് എത്തും. കാരണം ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ്. അപ്പം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാപ്ചറിങ് ഫേസ് ഞാൻ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഓക്കെ, അതേപോലെ ബബിളിംഗ് ഫേസ് ഇത് ഞാൻ അൺകമൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കൺസോളിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ബ്രൗസറിലേക്ക് പോകുന്നു. ഞാൻ എന്തിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു? ചൈൽഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ്: ക്യാപ്ചർ ഫേസ് ഡോക്യുമെൻറ്റ്, ക്യാപ്ചർ ഫേസ് HTML, അത് കഴിഞ്ഞ് ബോഡി, പിന്നെ ഗ്രാൻഡ് പാരൻറ്റ്, പിന്നെ പാരൻറ്റ്, അവസാനം ക്ലിക്ക് ഡൗൺ ചൈൽഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഇനി ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വന്ന വഴിക്ക് തിരിച്ചു പോകും. അപ്പം എന്ത് വരും? അതിനാണ് ബബിളിംഗ് ഫേസ് എന്ന് പറയാം. അപ്പോൾ പാരൻറ്റിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യും, പിന്നെ ഗ്രാൻഡ് പാരൻറ്റിലേക്ക് പോകും, പിന്നെ ബോഡിയിലേക്ക് പോകും, പിന്നെ HTML പോകും, പിന്നെ ഡോക്യുമെൻറ്റിലേക്ക് പോകും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാപ്ചറിങ് ഫേസ് എപ്പോഴും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ക്യാപ്ചറിങ് ഫേസിൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾക്ക് ക്യാപ്ചറിങ് ഫേസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആഡ് ഇവൻ്റ് ലിസണറിൻ്റെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ട്രൂ എന്ന് കൊടുക്കണം. ട്രൂ എന്ന് കൊടുത്താൽ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ക്ലിക്ക് ഇവൻറ്റിൽ ക്യാപ്ചറിങ് ഫേസിൽ ട്രിഗർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ചറിങ് ഫേസിൽ ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. അത് ഓരോ യൂസ് കേസിന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ട്രൂ എന്നില്ല, ജസ്റ്റ് എംപ്റ്റി ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സാധനം എപ്പോഴും ബബിളിംഗ് ഫേസിൽ മാത്രമേ ട്രിഗർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ കമൻറ്റ് ചെയ്ത് വെക്കുക. ഇത്രയായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അതിനെന്തായാലും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ക്യാപ്ചറിങ് ഫേസ് എല്ലാം കമൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പം ക്ലിക്ക് ഡൗൺ ചൈൽഡ്, അതായത് ടാർഗറ്റ് വന്നു. അത് കഴിഞ്ഞ് ഇത് ബബിൾ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ബബിളിംഗ് ഫേസിൽ പാരൻറ്റ്, ഗ്രാൻഡ് പാരൻറ്റ്, ബോഡി, HTML, ഡോക്യുമെൻറ്റ്, ഈ ഒരു രീതിയിൽ നേരെ തിരിച്ച് മേലോട്ടേക്ക് പോകും. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിയൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾ വിചാരിക്കുക ഈ പാരൻറ്റിലും ഗ്രാൻഡ് പാരൻറ്റിലും ബോഡിയിലും HTML ഡോക്യുമെൻറ്റിലൊക്കെ എന്തുണ്ട്, ഓരോരോ മെത്തേഡ്സ് അല്ലെങ്കിൽ ഓരോരോ ലിസണർ ആഡ് ചെയ്തിട്ടുണ്ട് പല പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ചൈൽഡിൻ്റെ മോളാണ്. ചൈൽഡിൻ്റെ മോൾ ക്ലിക്ക് ചെയ്യുമ്പം ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പം
യു എ എങ്ങനെ ബിഹേവ് ചെയ്യും, വിയേഡ് വേയിൽ ബിഹേവ് ചെയ്യും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഈ ബബിളിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് എൻഡ് ചെയ്യണം, മേലോട്ടേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതിന് നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇവിടെ ഇവിടെ എൻ്റെ ഇതല്ലേ നമ്മളുടെ ചൈൽഡ്. ഈ ചൈൽഡിൽ നമുക്ക് ഇവന്റ് ഇവിടെ കിട്ടും. ഇവിടെ ഈ ഡോട്ട് സ്റ്റോപ്പ് പ്രൊപ്പഗേഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബബിളിങ് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്കത് ലൈവായിട്ട് ഇവിടെ കൺസോളിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചൈൽഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ബബിളിങ് നടക്കില്ല, കണ്ടോ? അപ്പം ബബിളിങ് സ്റ്റോപ്പായി. അപ്പം സ്റ്റോപ്പ് ഓപ്പറേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ബബിളിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്താണ് ഇവന്റ് പ്രൊപ്പഗേഷൻ എന്ന് പഠിച്ചു. ഇവന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഉണ്ട് എപ്പോഴും ഒരു ഇവന്റ് ഫയർ ചെയ്യുന്ന സമയത്ത്. ക്യാപ്ചർ ഫേസ്, അതേപോലെ ടാർഗറ്റ് ഫേസ്, പിന്നെ ബബിളിങ് ഫേസ്. ഇവന്റ്സ് ഈ ഒരു പർട്ടിക്കുലർ ഫേസസിലൂടെ പാസ് ചെയ്ത് പോകുന്ന അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇവന്റ് പ്രൊപ്പഗേഷൻ. ഇനി ക്യാപ്ചറിങ് ഫേസ് എന്താണ്? എപ്പോഴും ഓപ്ഷനിലാണ്. നിങ്ങൾ ഇവന്റ് ലിസണർക്ക് 3ാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ട്രൂ എന്ന് കൊടുത്താൽ ആ പർട്ടിക്കുലർ എലമെന്റിന്റെ ഇവന്റ് ക്യാപ്ചറിങ് ഫേസിൽ ട്രിഗർ ചെയ്യും. ഇല്ല എങ്കിൽ ബബിളിങ് ഫേസിലാണ് ട്രിഗർ ചെയ്യുക. ബബിളിങ് ഫേസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് പ്രൊപ്പഗേഷൻ കൊടുത്താൽ മതി. എവിടെ? ടാർഗറ്റിൽ കൊടുക്കുക. അപ്പം മേലോട്ടേക്ക് പോകുന്നത് അത് തടയും. അങ്ങനെ നിങ്ങൾക്ക് പല ആക്സിഡന്റ് ആയിട്ടുള്ള എന്താ പറയുക ഇവന്റ് ട്രിഗറിങ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ആപ്ലിക്കേഷനിൽ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇത് ഇൻ്റർവ്യൂവിന് കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. ഈ ഒരു ഗ്രാഫും ഈ ഒരു എലമെൻറ്റും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ അതൊക്കെ അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. പിന്നെ എന്തായാലും അവന് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതെന്തായാലും അങ്ങനെ നടക്കട്ടെ. ഇനി നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.